Assalamualaikum warahmatullahi wabarakatuh. Alhamdulillahi rabbil alamin wal aqibatu lil muttaqin wassalatu wassalamu ala asyrafil mursalin wa ala alihi wa sahbihi al faizina ajma'in. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പവിത്രമായ ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ വലിയ സന്തോഷത്തോടു കൂടി റാഹത്തോടു കൂടി നാളെ അവന്റെ സ്വലോക സ്വർഗത്തിൽ നാം എല്ലാവരെയും ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങളെല്ലാം അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ ഇഷ്ടത്തിലായി, അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി, അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ, നമ്മുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയ, പ്രത്യേകിച്ച് നമ്മുടെ മഹല്ല് ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന്റെ നാനാഭാഗത്ത്, പ്രത്യേകിച്ച് അസമിലൊക്കെ ഒരുപാട് പ്രളയക്കെടുതികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം ദുരന്തത്തിനെ തൊട്ട് അള്ളാഹു നമ്മെയും അകപ്പെട്ടവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യ ശരീരത്തിൽ പിടിപെട്ട ഒരു വൈറസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു പേരാണ്. ഇന്നത്തെ ജുമുഅ ഖുത്ബയിൽ പോലും അതിനെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. അതായത് ഹസദ്, അസൂയ എന്ന് പറയുന്നത്. അത് മനുഷ്യന്മാരുടെ ഇടയിൽ നിന്ന് എല്ലാ നിലക്കും അത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത് മുതൽ ഇതുവരേക്കുമുള്ള ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചു നോക്കിയാൽ അസൂയ ഉണ്ടാക്കിയ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മഹത്തുക്കളായ ആളുകൾ ഹസദ്, അസൂയക്ക് തഅരീഫ് പറഞ്ഞത് അൽ ഹസദു ഹുവ തമന്നി സവാലി നിഅമത്തിൽ ഗൈർ. ഒരു മനുഷ്യനിക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടാവും. ആ അനുഗ്രഹങ്ങളൊക്കെ നീങ്ങിപ്പോവാൻ ആഗ്രഹിക്കലാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ അസൂയ എന്ന് മഹത്തുക്കളായ ആളുകൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് കൂടുതലും കണ്ടുവരുന്നത് ചിലപ്പോൾ കൂട്ടുകാരിലായിരിക്കാം, അല്ലെങ്കിൽ അയൽവാസികളിലായിരിക്കാം, കുടുംബക്കാരിലായിരിക്കാം. മഹാന്മാര് പറയുന്നുണ്ട്, അസദ്, അസൂയ എന്ന് പറഞ്ഞാൽ അത് കൂടുതലും കാണുന്നത് ഒരേ വർഗത്തിൽപ്പെട്ട ആളുകളിലായിരിക്കാം. മുഅല്ലിമീങ്ങളായ ഉസ്താദുമാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഉസ്താദിന് മറ്റൊരു ഉസ്താദിനോട് അസൂയ, ഒരു സയ്യിദിന് മറ്റൊരു സയ്യിദിനോട് അസൂയ, അതേപോലെ ഒരു മീൻ കച്ചവടക്കാരനോട് അസൂയ, അങ്ങനെ തുടങ്ങി ഒരേ വർഗത്തിൽപ്പെട്ട ആളുകൾക്ക് പരസ്പരം അസൂയ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. ഏതൊക്കെ രീതിയിലാണ് അസൂയ കടന്നു വരുന്നത്? തന്റെ അയൽവാസി ഒരു വീട് വെക്കുമ്പോ, അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങുമ്പോ, അല്ലെങ്കിൽ മക്കളെ വിവാഹം നടത്തുമ്പോ അത് നീങ്ങി ഏതെങ്കിലും ഒരു നിലക്ക് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പ്രതിസന്ധിയോ എന്തെങ്കിലും നിലക്ക് അതൊന്ന് മുടങ്ങിക്കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കലാണ് ഹസദ്, അസൂയ എന്ന്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബത്തെ, നിങ്ങളിലേക്ക് ഒരു രോഗം കടന്നു വരാൻ പോകുന്നുണ്ട്. ദബ്ബ ഇലൈക്കും ദാഉൽ ഉമമി ഖബ്ലകും. നിങ്ങളുടെ മുൻഗാമികളിൽ പിടിപെട്ട ഒരു രോഗം നിങ്ങളിലേക്ക് കടന്നു വരുമെന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുമ്പോ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, നബിയെ, അത് ഏത് അസുഖമാണ് ഞങ്ങളിലേക്ക് പിടിപെടുക എന്ന് സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, അൽ ഹസദു വൽ ബഗ്ളാ. അസൂയയും വിദ്വേഷവും നിങ്ങളിലേക്ക് എന്തെയും കടന്നു വരുമെന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. മറ്റുള്ള ആളുകൾക്ക് അല്ലാഹു കൊടുക്കുന്ന അനുഗ്രഹങ്ങളുണ്ടല്ലോ, അത് നീങ്ങിപ്പോവാൻ ആഗ്രഹിക്കലല്ല, അവനക്കത് കിട്ടിയല്ലോ എന്നുള്ളതിൽ നമ്മൾ എന്തെയാണ് അതിൽ കൂടുതൽ നമ്മൾ അത്തരത്തിൽ അവർക്ക് ഇനിയും ലഭിക്കട്ടെ എന്നുള്ള രീതിയിലുള്ള പ്രാർത്ഥനയാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത്. അല്ലാതെ ആ മനുഷ്യനിൽ ഉണ്ടാകുന്ന നിഅമത്തുണ്ടല്ലോ, ആ അനുഗ്രഹങ്ങളെ ഒരു വിധത്തിലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അത് നീങ്ങി
നീങ്ങിപ്പോകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്ന് ഒരാൾക്കും ഉണ്ടാവാൻ പാടില്ല. മഹത്തുക്കളായ സ്വഹാബത്തിന്റെയും അതേപോലെ പ്രവാചകന്മാരുടെയും ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്ക് നോക്കുന്ന സമയത്ത് വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ബിന്യാമിന്റെയും ചരിത്രം പറയുന്നുണ്ട്. യാഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് 12 മക്കളെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്തത്. പക്ഷേ ബിന്യാമിന്റെയും യൂസുഫ് നബിയുടെയും ഉമ്മ വേറെ ഉമ്മയാണ്. പക്ഷേ 10 മക്കൾ വേറെ ഉമ്മയിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉമ്മ മരണപ്പെട്ടു പോയതല്ലേ ഈ യൂസുഫ് നബിയുടെയും ബിന്യാമിന്റെയും എന്ന് കരുതിക്കൊണ്ട് യാഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും ബിന്യാമിനോടും വല്ലാത്ത സ്നേഹം പ്രകടിപ്പിച്ചു. പക്ഷേ സഹോദരന്മാരായ ആളുകൾക്ക് അത് ക്ഷമിക്കാനും അത് കണ്ടു നിൽക്കാൻ സാധിച്ചില്ല. അതിന്റെ ഫലമായി കൊണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർ ചെയ്തത് എന്താണെന്ന് അറിയുമോ? അവരെന്താ ചെയ്തത്? പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ആ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയാനുള്ള കാരണം ഉണ്ടായത് അസദ്, അസൂയയാണ്. ഞങ്ങൾക്ക് കിട്ടാത്ത ഒരു സ്നേഹം ഉപ്പ എന്ത് ചെയ്തിട്ടുണ്ട്? യൂസുഫ് നബിയോട് പ്രകടിപ്പിച്ചു. അതിന്റെ കാരണം കൊണ്ടിട്ടാണ് അവർ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മളിൽ ഒരാൾക്കും മറ്റുള്ള ആളോട് ഒരു നിലക്കുള്ള അസൂയയോ വിദ്വേഷമോ വെറുപ്പോ ഉണ്ടാവാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സ്വഹാബി വന്ന് ചോദിക്കുന്നുണ്ട്, അയ്യുന്നാസി അഫ്ളലു, ജനങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യൻ ആരാണ് എന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്ന സമയത്ത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞു കൊടുത്തത് മഹ്മൂമുൽ ഖൽബ്, ഒരാളോടും അസൂയയോ വിദ്വേഷമോ വെറുപ്പോ ഇല്ലാത്ത മനുഷ്യനാണ് ഏറ്റവും വലിയ നല്ല മനുഷ്യൻ, അഫ്ളലായ മനുഷ്യൻ എന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരു മനുഷ്യനോടും ലാ ഗില്ല വലാ ഹസദ, ഒരാളോടും വെറുപ്പോ ചതിയോ മറ്റുള്ള വിദ്വേഷമോ അസൂയയോ ഒന്നും പ്രകടിപ്പിക്കാതെ നല്ലൊരു മുസ്ലിമായി നല്ലൊരു മുഅ്മിനായി കൊണ്ട് ജീവിക്കാൻ വേണ്ടി ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം. ഒരു മുഅ്മിനായ മനുഷ്യനിൽ അസൂയയും അതേപോലെ ഈമാനും ഒരുമിച്ച് കൂടൂല എന്ന് ഹബീബായ തങ്ങൾ തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അസൂയയുണ്ടോ അവൻ ഒരു യഥാർത്ഥ വിശ്വാസിയല്ല. മുഅ്മിനാണോ അല്ലെങ്കിൽ അവനിൽ അസൂയ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല സുഹൃത്തുക്കൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവാം. ചാരിറ്റി പ്രവർത്തനങ്ങള്, സംഘടന പ്രവർത്തനങ്ങള്, അതേപോലെ പാവപ്പെട്ട ആളുകളെ സഹായിക്കല്, അതുപോലെ നമ്മൾ എന്ത് ചെയ്യാൻ രഹസ്യത്തില് പരസ്യത്തിലൊക്കെ ആയിട്ട് ഒരുപാട് നല്ല നല്ല സുഹൃത്തുക്കൾ നമ്മൾ ചെയ്യും. പക്ഷേ മരിച്ചു കഴിഞ്ഞ് മീസാൻ എന്ന് പറയുന്ന തുലാസിൽ തൂക്കി നോക്കുന്ന സമയത്ത് നമ്മൾ ജീവിതത്തിൽ ചെയ്ത നന്മകൾ അവിടെ കാണൂല. ആ ജീവിതത്തിൽ നമ്മൾ ചെയ്തു കൂട്ടിയ നന്മകൾ അവിടെ കാണുന്നില്ല. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ നമ്മൾ ചെയ്ത നന്മകൾ കാണണോ എങ്കിൽ നമ്മളിൽ അസൂയ ഉണ്ടാവാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഇയ്യാകും വൽ ഹസദ, നിങ്ങളെ സൂക്ഷിക്കണേ, വൽ ഹസദ, അസൂയയെയും നിങ്ങൾ സൂക്ഷിക്കണേ. വ ഇന്നൽ ഹസദ, നിശ്ചയം അസൂയ എന്ന് പറഞ്ഞാൽ യഅകുലുൽ ഹസനാതി കമാ തഅകുലുൻ നാറുൽ ഹതബ്, തീ വിറകിനെ കാർന്ന് തിന്നുന്നത് പോലെ നമ്മുടെ ഓരോരുത്തരുടെയും നന്മകളെ അസൂയ ഉണ്ടെങ്കിൽ അത് കാർന്ന് തിന്നുമെന്ന് ഹബീബായ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് ഒരു മുസ്ലിമായ മനുഷ്യനാവട്ടെ മറ്റുള്ള ഹൈന്ദവ വിശ്വാസികളാവട്ടെ ഒരാളോടും അസൂയ വേണ്ട, ഒരാളോടും വിദ്വേഷം വേണ്ട. എല്ലാവരും മുസ്ലിമീങ്ങളാണ്, പ്രത്യേകിച്ച് മുഅ്മിനീങ്ങളാണ്, പരസ്പര സാഹോദര്യ ബന്ധമുള്ളവരാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നമ്മളിൽ ഉണ്ടാവേണ്ടത്. അവർ നശിച്ചു പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രയാസകരമുണ്ടാകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളോ ഒരു ഇടപെടലോ ഒരു സംസാരങ്ങളോ ഒന്നും നമ്മുടെ ഭാഗത്ത്
ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ച് ഹസദ് എന്ന് പറയുന്ന വൈറസിനെ പൂർണ്ണമായും നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. റബ്ബ് തആല നമ്മുടെ ഹൃദയത്തെ നന്നാക്കി തരട്ടെ. ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന അഹങ്കാരം, അതുപോലെ അസൂയ, അതുപോലെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, അല്ലാഹുവേ നീ അത്തരത്തിലുള്ള രോഗങ്ങളൊന്നും തന്ന് ഞങ്ങളുടെ ഈമാൻ ഞങ്ങളിൽ നിന്ന് നശിച്ചു പോകുന്ന അവസ്ഥ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹുവേ. മുസ്ലിമും മുഅ്മിനുമായി മരണപ്പെടാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.